വിശ്വപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം വരവായി. ഈ വർഷം ഏറെ പുതുമകളോടെ ആകർഷണീയമായ രീതിയിൽ തന്നെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ അഭിലാഷ് സാറാണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ക്ഷേത്രമേഡിയുമായി അദ്ദേഹം നടത്തുന്ന ഈ അഭിമുഖത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ AO ശ്രീ അഭിലാഷ് സാർ. നമസ്കാരം സാർ. സാർ, നമ്മുടെ ഉത്സവം സമാഗതമായി. ഫെബ്രുവരി 18 മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അപ്പോൾ വളരെ ക്രമപ്പെടുത്തിക്കൊണ്ടുള്ള സജ്ജീകരണങ്ങളും അതിൻ്റെ ചിട്ടകളും എല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയാനുള്ള താല്പര്യം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ എന്തൊക്കെയാണ് പുതുമകൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഉത്സവത്തെ ഈ ഒരു പുതുവർഷത്തിൽ 2026 നമ്മൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് നമുക്കൊന്ന് പങ്കുവയ്ക്കാം സാർ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം കുറിക്കുകയായി. ഫെബ്രുവരി 18 കൊടിയേറി 27 ആറാട്ടോടെയാണ് അവസാനിക്കുന്നത്. അതെ, ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫെബ്രുവരി 14 കൊടിക്കൂറ ഘോഷയാത്ര നടത്തപ്പെടുന്നതാണ്. ഉത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ഭാഗത്തു നിന്നും ക്രമീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉത്സവമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. മുൻവർഷം വളരെ ഭംഗിയായിട്ട് തന്നെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് സിജാർ നടത്തുകയുണ്ടായി. ഒട്ടും കുറയാതെ മോശം വരാത്ത രീതിയിലാണ് തൻവർഷം ഉത്സവത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ പ്രശസ്തരായ ഗജവീരന്മാരാണ് ഉത്സവത്തിന് അണിനിരക്കുന്നത്. 25-ാം തീയതി ഏഴപ്പൊന്നാന ദിവസം ചിറക്കൽ കാളിദാസൻ്റെ ശിരസിലേറിയാണ് എഴുന്നള്ളുന്നത്. അതുപോലെ തന്നെ മേളത്തിൻ്റെ എങ്ങനെയാണ് സജ്ജീകരിച്ചത്? കേരളത്തിലെ എല്ലാ മേളക്കാരെയും നമ്മളോട് അണിനിരത്തുന്നുണ്ട്. പഞ്ചവാദ്യം, ഇലഞ്ഞിത്ര മേളം, പഞ്ചാരി മേളം, അതുപോലെ നാസുര വിദ്യയിലെ കലാകാരന്മാരായ ശ്രീലങ്കയിലെ ബാലപുരം തുടങ്ങി പ്രശസ്തരായ ആൾക്കാരെയാണ് ഈ വർഷം ഉത്സവത്തിന് വേണ്ടി ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഏറ്റവും പ്രശസ്തമായ ഒരു വിശേഷ ദിവസമാണ് ഏഴരപ്പൊന്നാന. അത് നടത്തപ്പെടുന്നത് ഫെബ്രുവരി 25-ാം തീയതിയാണ്. പള്ളിയോട്ട് ദിവസം ഭഗവാനെ ശിരസിലേറ്റുന്നത് ഗുരുവായൂർ ദിവസം ഇന്ദ്രസനാനയാണ്. അന്നേ ദിവസം മേളകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരുടെ മേളം ക്ഷേത്രത്തിൽ അരങ്ങേറുന്നതാണ്. ആറാട്ട് ദിവസം ഭഗവാനെ ശിരസിലേറുന്നത് ചൈത്ര അച്ചുവാണ്. തിരിച്ചെഴുന്നള്ളുന്നത് പുതുപ്പള്ളി സാധുവാണ്. തുടങ്ങി കേരളത്തിലെ എല്ലാ ഗജവീരന്മാരെയും നമ്മൾ ഈ വർഷം ഇവിടെ അണിനിരത്തുന്നുണ്ട്. ജനങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പന്തൽ, കഴിഞ്ഞ വർഷം കൊണ്ടുവന്നൊരു കാഴ്ചപ്പന്തൽ, അതിനുള്ള സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. എല്ലാം കൊണ്ടും ഏറ്റുമാനൂർ ഉത്സവത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, വളരെ ആവേശത്തോടെ തന്നെ ഈ 10 ദിവസവും ഭഗവാന്റെ മുമ്പിൽ നടക്കുന്ന ഈ ഉത്സവം കാണാൻ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. സർ, കഴിഞ്ഞ തവണ നമ്മൾ ചിത്രാമ്മയാണ് നമ്മുടെ ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ആകർഷണീയമായ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ആ ഒരു ഒരിക്കലും കുറയാത്ത രീതിയിൽ തന്നെ ഒരാളെ വേണം നമുക്ക് ഇത്തവണയും കണ്ടെത്താൻ. അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ആരായിരിക്കും? അതെ, നമ്മൾ ഈ വർഷം പരിപാടി അവതരിപ്പിക്കുന്നത് MG ശ്രീകുമാറാണ്. ചലച്ചിത്ര പിന്നണി പ്രശസ്തനായിട്ടുള്ളൊരു ചലച്ചിത്ര പിന്നണി ഗായകനും നിലയം എന്ന പേരിൽ ഒരു പുതിയ പ്രോഗ്രാം വരുന്നു എന്നാണ് ഞങ്ങൾ കേട്ടറിഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഏഴരപ്പൊന്നാന ദിവസം ചലച്ചിത്ര നടി നവ്യ നായരുടെ ഡാൻസും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ജയറാം സാറിന്റെ പ്രോഗ്രാം എന്തായാലും ഉണ്ടാവുമല്ലോ? ജയറാമിന്റെ പ്രോഗ്രാം ഓൾറെഡി ഉണ്ടല്ലോ. അതെ, പത്മശ്രീ ജയറാമിന്റെ മേള ഏഴരപ്പൊന്നാന ദിവസം. അത് പതിവാണ്. കഴിഞ്ഞ തവണ 8ാമത്തെ വർഷമായിരുന്നു, ഇതിപ്പോൾ 9ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. അതുപോലെ ആരൊക്കെയാണ് പ്രഗത്ഭരായിട്ടുള്ള മറ്റു മേളകുലപതികൾ? ആരൊക്കെയാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, ചുവാലൂർ മോഹനവാര്യർ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, തൃശ്ശൂർ പൂരത്തിന്റെ അമരക്കാരൻ കിഴക്കൂട്ട് അനിയന്മാരാർ. കുട്ടേട്ടനെ നമ്മൾ ക്ഷണിച്ചിരുന്നു, പക്ഷേ ഉത്തരാളിക്കാവിലെ പൂരം നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എത്താൻ കഴിയുന്ന സാധിച്ചിട്ടില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേളകുലപതികൾക്കൊപ്പം തന്നെ അണിനിരത്തുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള തലയെടുപ്പുള്ള ഗജവീരന്മാരും വേണമല്ലോ. അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി മാറ്റുകൂട്ടുന്നത്.
കൊടിയേറ്റ ദിവസം എഴുന്നള്ളിക്കുന്നത് പന്നേനാർ കാളിദാസനെയാണ്. തുടർന്ന് ഇങ്ങോട്ട് കേരളത്തിലെ എല്ലാ ആനകളെന്ന് ഉദ്ദേശിക്കുന്നത് തലയെടുപ്പുള്ള പൂരപ്രേമികളുടെ ആവേശം വരാൻ നിൽക്കുന്ന ആനകളാണ് അതിന്. അതെ അതെ അതെ. പുതുപ്പള്ളി സാധു, ചൈത്ര അച്ചു, ചിറക്കൽ കാളിദാസൻ, പന്നേനാർ കാളിദാസൻ, ഗുരുവായൂർ ഇന്ദ്രസൻ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, വല്ലാട്ടൂർ അമ്മത്തൻ, മൗട്ടത്ത് രാജേന്ദ്രൻ, പരിമളം വിഷ്ണു, ആനേടി അപ്പു, ഇഷ്ടശ്രീ ശങ്കരൻകുട്ടി തുടങ്ങി കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാർ ഈ വർഷം ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നതാണ്. തീർച്ചയായിട്ടും വളരെ എന്തുകൊണ്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കിടപിടിക്കുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരുപക്ഷെ ഒരു പടി മുന്നോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കയറി പറയാം. അത്രമാത്രം ആകർഷണീയമായ ഘടകങ്ങളെ ഉൾച്ചേർത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ മഹാദേവൻ്റെ തിരുവുത്സവം ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടും വിഭവസമൃദ്ധമായ ഒരു സദ്യ എപ്രകാരമാണോ രുചികരമായി ഭക്ഷിക്കുന്നത് അത്രയും തൃപ്തികരമായ ഒരു ആസ്വാദനമായിരിക്കും ഇത്തവണത്തെ തിരുവുത്സവം. അതിന് യാതൊരു സംശയമില്ല. കാരണം സാറുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അവസാന മിനുക്ക് പണികളിലേക്ക് കൂടി കടക്കുകയാണ്.